എത്ര ഇസ്തിഗ്ഫാറിന്റെ ദുആകൾ റസൂലുള്ള പഠിപ്പിച്ചു. എനിക്കും നിങ്ങൾക്കും സ്വർഗം ഇൻഷൂർ ചെയ്യാനുള്ള ഒരു ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയുണ്ട്. ഞാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് പറയുന്ന രണ്ടാമത്തെ ദുആയാണത്. ഡെയിലി അത് നിങ്ങൾ രാവിലെ ഒരു തവണ രാത്രി ഒരു തവണ മറക്കാതെ പറയണം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അഅ്ബുദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഇസ്തിഗ്ഫാറിന്റെ ടോപ്പ് ലീഡർ എന്നറിയപ്പെടുന്ന ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രാവിലെ പറഞ്ഞാൽ, പകൽ സമയത്ത് പറഞ്ഞാൽ, ആ പകലിലെങ്ങാനും മരിച്ചാൽ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിച്ചില്ല. രാത്രിയിൽ നിങ്ങൾ ഒരു തവണ എങ്ങാനും പറഞ്ഞാൽ, ആ രാത്രിയിലെങ്ങാനും മരണപ്പെട്ടാൽ സ്വർഗക്കാരനാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിന്റെ അനുവാദത്തോടെ നിർദ്ദേശത്തോടെ തന്ന ഓഫറാണ്. ഇതെല്ലാവരും പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഇന്നത് ചൊല്ലിയോ എന്ന് ചോദിക്കണം. നമ്മുടെ മരണം ഒന്നുകിൽ ഏതെങ്കിലും ഒരു പകൽ സമയത്താകും, അല്ലെങ്കിൽ രാത്രി സമയത്താകും. ഏത് സമയത്ത് മരിക്കുന്നോ ഇത് നിങ്ങൾ പകലൊരിക്കൽ രാത്രി ഒരിക്കൽ മനസ്സിൽ ഉറപ്പിച്ച്, അതിൻ്റെ ആശയം മാത്രമാണ് സത്യം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. സ്വർഗം കിട്ടുന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്. നമുക്ക് സ്വർഗല്ലേ വേണ്ടത്? അതിന് ചൊല്ലേണ്ട ദിക്റായി പറയുന്നത് മറന്നു പോകരുത്. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാഹ്, ആരെങ്കിലും എല്ലാ ഫർദ് നമസ്കാരങ്ങളുടെയും പിറകെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതായാൽ ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ അവന് തടസ്സമില്ല സ്വർഗപ്രവേശനത്തിന്. ഫർദ് നമസ്കാരങ്ങളുടെ പിറകെ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം.